അപ്പോൾ ഇന്ന് നമ്മുടെ 12th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ രണ്ടാമത്തെ ഫേസ് എക്സാം ആയിരുന്നു അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഫേസ് എക്സാമിൻ്റെ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫേസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാം എഴുതിയവർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ സാമാന്യം സിമ്പിളായിരുന്നു. അതിൽ തന്നെ നമ്മുടെ GKയുടെ പാർട്ടും മാത്സിൻ്റെ പാർട്ടും ഒക്കെ സിമ്പിളായിരുന്നു എന്നും, അതുപോലെ മാത്സിൽ ഒരുപാട് റെപ്പറ്റീഷൻ വന്നിട്ടുണ്ട്. പക്ഷേ കറണ്ട് അഫെയർ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് എക്സാം എഴുതിയവർ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ എക്സാം എഴുതിയവരാണെങ്കിൽ എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുള്ളവർ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ബോക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാച്ച് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ കുറച്ചധികം ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എക്സാം എഴുതിയവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ എക്സാമും ആൻസർ ഷീറ്റും അല്ലെങ്കിൽ ആൻസർ കീ ആയിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് വൈകുന്നേരം കൃത്യം 5 മണിക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കൂടി നിങ്ങളൊന്ന് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അത് ലൈവ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ക്ലാസ്സിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാം എഴുതിയവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും അതുപോലെ ഫസ്റ്റ് ഫേസിനെ അപേക്ഷിച്ച് ഈ എക്സാം എങ്ങനെ ആയിരുന്നു എന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റായിട്ട് കൂടി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്നെക്കാളും നന്നായിട്ട് എക്സാം എഴുതിയവർക്കായിരിക്കും അത് പറയാനായിട്ട് കഴിയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ആൻസർ കീ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആയിരുന്നു എന്നും അതുപോലെ തന്നെ ആ ഒരു ലെവൽ ഏതൊക്കെ രീതിയിലേക്ക് പോയെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ആൻസർ കീ ഡിസ്കഷൻ വീഡിയോയിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് സംസാരിക്കേണ്ട വീഡിയോ ആണ്. അപ്പോൾ എക്സാം എഴുതിയവർ എന്ത് ചെയ്യുക, അതൊന്ന് പറയുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുള്ളവരെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്കുള്ള ലൈവ് സെഷനിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.